ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ഹാർട്ടിലെ രക്തക്കുഴലുകളിൽ വരുന്ന 100% ബ്ലോക്കിനാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. ആ ബ്ലോക്ക് വരുന്നത് മൂലം ഹാർട്ടിൻ്റെ മസിൽ ഡാമേജ് ആയിപ്പോകും. അപ്പോൾ പേഷ്യൻറ്റിന് നെഞ്ചിൻ്റെ നടുഭാഗത്ത് ഒരു അമർത്തുന്നത് പോലെ, നമ്മൾ ഇംഗ്ലീഷിലാണെങ്കിൽ അതിനെ കൺസ്ട്രിക്റ്റിംഗ് അല്ലെങ്കിൽ കംപ്രസിങ് എന്ന് പറയും, അമർത്തുന്നത് പോലത്തെ ഒരു ഹെവിനെസ്, ഒരു ഭാരമാണ് ഫീൽ ചെയ്യുക. അത് കൂടുതലും പ്രധാനമായിട്ട് ഹാർട്ടിൻ്റെ സിംറ്റം ആണെങ്കിൽ നമുക്ക് നടക്കുമ്പോഴോ നമുക്ക് പടി കയറുമ്പോഴോ ആ ബുദ്ധിമുട്ട് കൂടുന്നതായി കാണാം. എന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കുമ്പോൾ നമ്മുടെ ഹാർട്ടിൻ്റെ പ്രവർത്തനം കൂടുന്നു, അപ്പോൾ ഹാർട്ടിന് കൂടുതൽ രക്തം വേണം, അപ്പോൾ വേദന കൂടും. അപ്പോൾ എക്സർഷൻ എന്ന് പറയും, എക്സസൈസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നടക്കുന്ന സമയത്ത് വേദന കൂടുന്നതാണ് പ്രധാന സിംറ്റം. പിന്നെ നമ്മൾ ഹാർട്ട് പെയിനിന് ഇക്വലൻ്റ് ആയിട്ടുള്ള സിംറ്റംസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ തത്തുല്യമായിട്ടുള്ള, ഇപ്പോൾ ശ്വാസം മുട്ട്, നടക്കുമ്പോൾ ഒരു കിതപ്പ് വരുന്നു, ശ്വാസം മുട്ട് വരുന്നു, പെയിൻ വരണമെന്നില്ല, അതിന് നമ്മൾ ഹാർട്ട് അറ്റാക്കിന് പെയിനിന് ഇക്വലൻ്റ് ആയിട്ടുള്ള സിംറ്റം എന്ന് പറയും. അല്ലെങ്കിൽ പേഷ്യൻറ്റിന് ഇടയ്ക്കിടയ്ക്ക് തലചുറ്റ് വരിക, അപ്പോൾ അതൊരു ഏർലി സിംറ്റം ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഏമ്പക്കം വരിക, വരുമ്പോൾ നമ്മൾ വിചാരിക്കും അതൊരു ഗ്യാസിൻ്റെ സിംറ്റമാണെന്ന്. പക്ഷേ ഫ്രീക്വൻറ്റ് ബെൽച്ചിങ് എന്ന് പറയുന്ന ഇടയ്ക്കിടയ്ക്ക് ഏമ്പക്കം വരുന്നത് ഹാർട്ട് അറ്റാക്കിൻ്റെ ഒരു ഏർലി സൈൻ ആയിരിക്കാം, ഏർലി സിംറ്റം ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകുന്ന സിംറ്റംസ് ഉള്ളപ്പോൾ ആസ് ഏർലി ആസ് പോസിബിൾ ഹാർട്ട് ഒരു കാർഡിയോളജിസ്റ്റിനെ അല്ലെങ്കിൽ ജനറൽ ഫിസിഷ്യനെ കണ്ട് കാർഡിയോളജിസ്റ്റിൻ്റെ ഒപ്പീനിയൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. കാര്യം ഹാർട്ടിൻ്റെ ഹെൽത്തിൽ പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ.